നമസ്കാരം. ബാംഗ്ലൂരിൽ രശ്മി ലീല എന്ന് പറയുന്ന ഒരു നടി മരണപ്പെട്ട വാർത്ത ഒരുപക്ഷെ നിങ്ങളും വായിച്ചു കാണും. രശ്മി ലീലയ്ക്ക് 37 വയസ്സായിരുന്നു. അവരുടെ ശ്വാസകോശം തകരാറിലായി ശ്വാസകോശം മാറ്റിവെച്ച ശേഷമാണ് രശ്മി ലീല മരിച്ചത്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ അടുത്ത സമയത്താണ് നമ്മുടെ നാട്ടിൽ വളരെയധികം പ്രാധാന്യം നേടിയ ഒരു സംഭവം ഉണ്ടായത്. ആലിൻ ഷെറിൻ എന്ന് പറയുന്ന 10 മാസം പ്രായമുള്ള കുഞ്ഞ് ഒരു അപകടത്തിൽ മരണപ്പെട്ടു. ആ കുഞ്ഞ് അപകടത്തിൽ മരണപ്പെട്ടതൊന്നും ഒരു വലിയ വാർത്തയൊന്നും ആയിരുന്നില്ല. പക്ഷേ ആ കുഞ്ഞിൻ്റെ അച്ഛനമ്മമാർ അവരുടെ ആന്തരിക അവയവങ്ങൾ ദാനം ചെയ്യാനെടുത്ത തീരുമാനം വളരെയധികം മാധ്യമ ശ്രദ്ധ നേടി. ഇത്തരം വാർത്തകൾക്ക് പ്രാധാന്യം കിട്ടുന്നതിൻ്റെ പ്രധാന കാരണം അവയവ മാറ്റിവെക്കൽ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ബിസിനസ് ആയതുകൊണ്ടാണ്. നമ്മൾ കുറേ നാൾ മുമ്പ് അവയവ മാഫിയകളെക്കുറിച്ചൊക്കെ കേട്ടതാണ്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ചില ആശുപത്രികൾ കേന്ദ്രീകരിച്ച് മസ്തിഷ്ക മരണം മനഃപൂർവ്വമായിട്ട് സംഭവിപ്പിക്കുന്നുണ്ട് എന്നും അങ്ങനെയുള്ള ആൾക്കാരുടെ അവയവങ്ങളെടുത്ത് പല ആൾക്കാർക്കും വിൽക്കുന്നുണ്ട് എന്നും ഒക്കെ നമ്മൾ കേട്ടു. അപ്പോൾ അവയവ മാറ്റിവെക്കൽ എന്ന് പറയുന്നത് ഒരു വലിയ ബിസിനസ്സാണ്. അവയവദാനം ഒരു ബിസിനസ്സല്ല. അതായത് ഇപ്പോൾ ആരെങ്കിലും അയാളുടെ അവയവം ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ദാനമാണ്. പക്ഷേ ആ ദാനത്തിന് ശേഷം സംഭവിക്കുന്നതാണ് ബിസിനസ്. അവയവം മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ചിലവുള്ള ഒരു ചികിത്സയാണ്. അപ്പോൾ ആ ചിലവുള്ള ചികിത്സ എന്ന് പറയുന്നത് മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ ഒരു ബിസിനസ്സാണ്. ഈ ബിസിനസ് ഫാക്ടർ ഉള്ളതുകൊണ്ടാണ് ഈ അവയവദാനം ഇത്ര വലിയ മഹത്തായ ഒരു സംഭവമായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം, ഈ അവയവം മാറ്റിവെക്കൽ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ? പ്രോത്സാഹിക്കപ്പെടേണ്ട ഒരു കാര്യമാണോ? എന്തുകൊണ്ടാണ് ഒരാൾക്ക് അവയവം മാറ്റി വെക്കേണ്ടി വരുന്നത്? ഒരു വ്യക്തി മസ്തിഷ്കമരണം സംഭവിച്ചു കഴിയുമ്പോൾ അയാളുടെ അവയവം ദാനം ചെയ്യാമെന്നാണ് പറയുന്നത്. എന്താണ് ഈ മസ്തിഷ്കമരണം? നമ്മൾ പണ്ടെങ്കും ഇങ്ങനെ ഒരു മരണത്തെക്കുറിച്ച് കേട്ടില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മരണം മാത്രമേ ഉള്ളൂ, ആൾ വഴിയായി, അയാൾ മരിച്ചു. ഇപ്പോൾ മസ്തിഷ്കമരണം എന്ന് പറയുന്ന ഒരു പുതിയ മരണ രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ അവയവങ്ങളെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്തുകൊണ്ട് അവയവം കൊടുക്കേണ്ടി വരുന്നു എന്നതാണ്. അതായത് ഒരു വ്യക്തിയുടെ അവയവം എന്തുകൊണ്ട് തകരാറിലായി എന്നതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5 മാസം പ്രായമുള്ള കുഞ്ഞിന്, 10 മാസം പ്രായമുള്ള കുട്ടിക്കൊക്കെ അവയവം മാറ്റിവെക്കേണ്ടി വരിക, കരൾ മാറ്റിവെക്കേണ്ടി വരിക, വൃക്ക മാറ്റിവെക്കേണ്ടി വരിക, ഹാർട്ട് മാറ്റിവെക്കേണ്ടി വരിക. എന്തുകൊണ്ട് സംഭവിക്കുന്നു? അപ്പോൾ ആ കാരണത്തെക്കുറിച്ച് അന്വേഷിച്ച് അത് തടയുന്നതിന് പകരം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആർക്കും ഉണ്ടാകാതെ ഇരിക്കത്തക്ക രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതിന് പകരം അതങ്ങനെ സംഭവിച്ചോട്ടെ, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവയവം ദാനം ചെയ്യണം. അവയവദാനം എന്ന് പറയുന്നത് ഏറ്റവും മഹത്തായ കാര്യമാണ്, നമ്മുടെ ഒരാളുടെ ജീവൻ രക്ഷിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞാണ് ഇതിന് പ്രൊമോഷൻ കൊടുക്കുന്നത്. ഈ രശ്മി ലീലയുടെ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട്, രശ്മി ലീലയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളതും ഈ അവയവ മാറ്റിവെക്കലിൻ്റെ പൊള്ളത്തരമാണ്. ഈ രശ്മി ലീല എന്ന് പറയുന്ന നടി ശ്വാസകോശം മാറ്റിവെച്ച ഒരു സ്ത്രീയായിരുന്നു. അവർക്ക് ശ്വാസകോശം മാറ്റിവെക്കേണ്ടി വന്ന സാഹചര്യം എന്താണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 2019 മുതൽ രശ്മി ലീല ചികിത്സ തേടുന്നുണ്ട് ഏതോ ബാംഗ്ലൂരിലെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ. അവർക്ക് എന്തായിരുന്നു രോഗം? റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആമവാദം അല്ലെങ്കിൽ സന്ധിവാത രോഗമായിരുന്നു. സന്ധിവാത രോഗത്തിന് ചികിത്സയ്ക്ക് പോയി ചികിത്സിച്ച് ഏറ്റവും ഒടുവിൽ പൾമനറി ഫൈബ്രോസിസ് എന്ന് പറയുന്ന ശ്വാസകോശ രോഗം രശ്മി ലീലയ്ക്ക് ഉണ്ടായി. അവർ ചികിത്സിച്ചത് മോഡേൺ മെഡിസിൻ്റെ വളരെ നല്ല ആശുപത്രിയിൽ തന്നെയാണ്. ഒരുപാട് കാശ് അവർക്ക് ചിലവായി എന്ന വാർത്തയിലുണ്ട്. അവർക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് പണം മുടക്കി അവർ ചികിത്സിച്ചു. ഏറ്റവും ഒടുവിൽ ശ്വാസകോശം മാറ്റിവെക്കാൻ അവരുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലാതെ സിനിമാ മേഖലയിലുള്ള ആൾക്കാർക്ക് കൂടെ സഹകരിച്ചുകൊണ്ട് 19 ലക്ഷം രൂപ സമാഹരിച്ചു കൊടുത്തു ആശുപത്രിക്ക് എന്നാണ് പറയുന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ശ്വാസകോശം മാറ്റിവെച്ചിട്ട് രശ്മി ലീല രക്ഷപ്പെട്ടില്ല. രശ്മി ലീല മരിച്ചു. ഇവിടെ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത്, 2019 മുതൽ ഈ ആശുപത്രി എന്ത് ചികിത്സയാണ് സന്ധിവാതത്തിന് രശ്മി ലീലയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത്? സന്ധിവാതത്തിന് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ചികിത്സ അലോപ്പതിയിലുണ്ടോ? വേദന ഉണ്ടാകുമ്പോൾ വേദന കുറയ്ക്കാൻ വേണ്ടി വേദന സംഹാരികൾ നൽകുകയോ സ്റ്റെറോയിഡ്സ് നൽകുകയോ ഒക്കെ ചെയ്യുന്നു എന്നല്ലാതെ ആ രോഗാവസ്ഥ മാറ്റാൻ അവരെ കൊണ്ട് പറ്റില്ല എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. എന്നിട്ടും ഞങ്ങളത് ചികിത്സിക്കാമെന്ന് പറഞ്ഞ് അവർ ഏറ്റെടുത്ത് ആ സ്ത്രീയുടെ പക്കൽ നിന്ന് ഊറ്റാവുന്നത്ര പണം ഊറ്റിയെടുത്ത് ഏറ്റവും ഒടുവിൽ അവരുടെ ശ്വാസകോശങ്ങൾ തകരാറിലായി അതും അവരുടെ അടുത്ത ബിസിനസ്സാക്കി മാറ്റി ശ്വാസകോശം ലക്ഷക്കണക്കിന് രൂപ വാങ്ങി മാറ്റി വെച്ചിട്ട് അവർ മരണപ്പെട്ടു.
അവയവം മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഒരാൾ ജീവനിലേക്ക് എത്തിച്ചേരും എന്ന് പറയുന്നവർ ഈ രശ്മി ലീലയുടെ മരണത്തിൻ്റെ കാരണം പറയണം. രശ്മി ലീലയുടെ ശ്വാസകോശങ്ങൾ തകരാറിലായതിൻ്റെ കാരണം പറയണം. പൾമനറി ഫൈബ്രോസിസിൻ്റെ റീസൺസ്, അതായത് അതുണ്ടാകുന്നതിൻ്റെ റീസൺസിൽ ഒന്ന് മെഡിക്കേഷനാണ്. ചില മരുന്നുകൾ, നമ്മൾ കഴിക്കുന്ന ചില മരുന്നുകൾ മൂലം ഇത് ഉണ്ടാകാം. അത് ഏതൊക്കെ മരുന്നുകളാണെന്ന് കൃത്യമായിട്ട് തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇനി ഗൂഗിളിൽ പറയുന്ന കാര്യങ്ങൾ കൂടാതെ വേറെയും ധാരാളം മരുന്നുകളാണ്. ഗൂഗിളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ എന്തെങ്കിലും കിട്ടുന്ന ഇൻപുട്സ് എടുത്തു വെച്ചിട്ടാണ് നമുക്ക് ഒരു റിപ്പോർട്ട് തരുന്നത്. എന്നാൽ അവർക്കറിയാൻ വയ്യാത്ത ഒരുപാട് റീസൺസ് വേറെ കാണും, ഒരുപാട് മെഡിസിൻസ് വേറെ കാണും. അതേക്കുറിച്ച് ആരും ഗൂഗിളിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടാവില്ല. എഴുതിയിട്ടെങ്കിൽ മാത്രമേ അത് എടുക്കാൻ പറ്റൂ. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള മെഡിസിനുകൾ, നമുക്കറിയാം എല്ലാ മെഡിസിൻസും സൈഡ് എഫക്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രോഗം മാറാൻ വേണ്ടി കഴിച്ചാൽ വേറൊരു രോഗം കിട്ടും, അതാണ് ഈ സൈഡ് എഫക്റ്റ്. അപ്പോൾ എല്ലാ മെഡിസിൻസിനും സൈഡ് എഫക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നടി കഴിഞ്ഞ 7 വർഷമായിട്ട് ഒരു ആശുപത്രിയിൽ ചികിത്സ തേടി അവരുടെ ശരീരത്തിൽ അവർ ഏതെല്ലാം മരുന്നുകൾ കയറ്റി വിട്ടിട്ടുണ്ട്, ഏതെല്ലാം മരുന്നുകൾ അവരുടെ ശരീരത്തിൽ ഒരുപക്ഷെ പരീക്ഷിച്ച് കാണും എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. അതുമൂലം അവർക്ക് വേദന കുറഞ്ഞിരിക്കുകയും അവർക്ക് സാധാരണ മട്ടിൽ ജീവിക്കാൻ സാധിക്കുകയും ഒക്കെ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഇപ്പോൾ അവരെ കുറ്റപ്പെടുത്തുകയില്ല. എന്നാൽ അവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് വരാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, അവരുടെ കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ തീർന്ന് അവരുടെ ആരോഗ്യം സമ്പൂർണ്ണമായിട്ട് നശിച്ച് അഡീഷണലായിട്ട് ആണ് അവർക്ക് പൾമനറി ഫൈബ്രോസിസ് എന്ന ശ്വാസകോശ ഗുരുതര രോഗം കിട്ടുന്നത്. അത് കിട്ടിക്കഴിഞ്ഞിട്ട് അതും ചികിത്സിച്ച് ഭേദമാക്കാനുള്ള യാതൊരു വഴിയും അലോപ്പതിയുടെ പക്കലില്ല, മോഡേൺ മെഡിസിൻ്റെ പക്കലില്ല. അതുകൊണ്ട് ശ്വാസകോശം മാറ്റിവെക്കൽ മാത്രമായിരുന്നു പോകാൻ വഴി. മാറ്റിവെച്ചിട്ടും ആ ആൾ മരണപ്പെട്ടു. അപ്പോൾ അവയവം ദാനം ചെയ്താലോ അവയവം സ്വീകരിച്ചാലോ ഒരാൾ രക്ഷപ്പെടുന്നു. അയാളുടെ അവയവം എന്തുകൊണ്ട് നശിച്ചു, എന്തുകൊണ്ട് അയാൾക്ക് ആ അവസ്ഥ ഉണ്ടായി എന്നതല്ലേ നമ്മൾ പരിഗണിക്കേണ്ട വിഷയം. അതുകൂടാതെ ഇപ്പോൾ ഈ സന്ധിവാതം അല്ലെങ്കിൽ ആമവാദം എന്ന് പറയുന്ന രോഗം, ഈ രോഗത്തിന് അലോപ്പതിയിലല്ലാതെ മറ്റേതെങ്കിലും വൈദ്യശാസ്ത്രത്തിൽ ചികിത്സയുണ്ടോ? അതേക്കുറിച്ച് ഏതെങ്കിലും ആരോഗ്യവകുപ്പുകൾ അന്വേഷണം നടത്തുന്നുണ്ടോ? എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ മർമ്മ ചികിത്സയിൽ ഇതിന് പരിഹാരമുണ്ട്, ഹോമിയോപ്പതിയിൽ ഇതിന് മെഡിസിനുണ്ട്, നമ്മുടെ നാട്ടുവൈദ്യത്തിൽ ഇതിന് പരിഹാരമുണ്ട്. തിരുമ്മലും ഉഴിച്ചിലും കഷായവും ഒക്കെ ആയിട്ട് നാട്ടുവൈദ്യത്തിൽ ഇതിന് പരിഹാരമുണ്ട്. ആ മരുന്നുകളൊക്കെ ഉപയോഗിച്ചാൽ, ഇപ്പോൾ മർമ്മ ചികിത്സയും ആയുർവേദം കൂടെ കൂട്ടിച്ചേർത്ത് ചെയ്താലോ, അല്ലെങ്കിൽ ഹോമിയോപ്പതിയും പ്രകൃതി ചികിത്സയും കൂട്ടിച്ചേർത്ത് ചെയ്താലോ, അല്ലെങ്കിൽ നാട്ടുവൈദ്യവും പ്രകൃതി ചികിത്സയും ചേർത്തൊക്കെ ചെയ്താലോ ഈ വ്യക്തികൾക്ക് വളരെ വലിയ മാറ്റം ഉണ്ടാവുകയും അവരുടെ ശരീരത്തിൻ്റെ അവസ്ഥ ഒരിക്കലും മോശപ്പെടാതിരിക്കുകയും ചെയ്യും. മാത്രമല്ല അവർക്ക് ഇപ്പോൾ ഈ നടിക്ക് സംഭവിച്ചതുപോലെ ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവ് വരില്ല. അവരുടെ ആ രോഗാവസ്ഥയെ നിയന്ത്രണ വിധേയമായിട്ട് നിർത്താനോ ചില ഘട്ടങ്ങളിൽ പൂർണ്ണമായിട്ട് മാറ്റാനോ ഈ പറയുന്ന വൈദ്യശാസ്ത്രങ്ങൾക്ക് സാധിക്കും. എന്നാൽ ഇവർ വളരെ നല്ല ചികിത്സ കൊടുക്കുന്ന മോഡേൺ മെഡിസിൻ്റെ ഒരു ആശുപത്രിയിൽ പോയിട്ട് കഴിഞ്ഞ 7 വർഷം കൊണ്ട് അവർക്ക് അൾട്ടിമേറ്റ്ലി കിട്ടിയത് മരണമാണ്. ആ മരണത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് അവരത്രയേറെ പണം മുടക്കിയത്. അവരവിടെ പോകുന്നതിന് പകരം ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ആയുർവേദ ഡോക്ടറുടെ അടുക്കലോ, അല്ലെങ്കിൽ ഒരു നാട്ടുവൈദ്യൻ്റെ അടുക്കലോ, അതല്ലെങ്കിൽ ഒരു ഹോമിയോപ്പതി വൈദ്യൻ്റെ അടുക്കലോ, അല്ലെങ്കിൽ ഒരു മർമ്മ ചികിത്സകൻ്റെ അടുക്കലോ ഒക്കെ പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ രോഗം പൂർണ്ണമായിട്ട് മാറും എന്നൊന്നും ഞാൻ ഉറപ്പ് പറയില്ല. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെടില്ലായിരുന്നു. വളരെയധികം ദുഷ്കരമായിരുന്നു അവരുടെ ജീവിതമെന്ന് അവരുടെ ഭർത്താവ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 1 വർഷമായിട്ട് ഓക്സിജൻ സപ്പോർട്ടിൽ ജീവിക്കേണ്ടി വരിക. ഇവർ 6 വർഷങ്ങളായിട്ട് ആ നടിയെ സന്ധിവാതത്തിന് വേണ്ടി ചികിത്സിച്ചിട്ട് അവരങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടെങ്കിൽ എന്ത് ചികിത്സയാണ് അവർ കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ തന്നെ ഒന്ന് പറയുക, എന്ത് ചികിത്സയാണ് കൊടുക്കുന്നത്? ഇതിലും ഭേദം ചികിത്സ കൊടുക്കാതിരിക്കുന്നതല്ലേ? കാരണം അവരുടെ സ്ഥിതി അവർ ആശുപത്രിയിൽ ചെന്നതിന് ശേഷം മെച്ചപ്പെടുകയല്ല, അനുദിനം വഷളാവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിൽ നിന്ന് നിങ്ങൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരു രോഗത്തിന് എന്ത് ചികിത്സ, ഏത് ചികിത്സ എടുക്കണം എന്നുള്ളത് നിങ്ങളുടെ സ്വന്തം തീരുമാനമാണ്. അതിലൊന്നും ആരും ഇടപെടത്തില്ല, ഞാനും ഇടപെടത്തില്ല, എനിക്ക് ഇടപെടേണ്ട കാര്യമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ, നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം. എന്തുകൊണ്ട് ഈ സ്ത്രീക്ക് ഇത്രയേറെ പണം മുടക്കിയിട്ടും, ചെറുപ്പക്കാരിയായിട്ടുള്ള ഈ സ്ത്രീക്ക് ഇത്രയേറെ പണം മുടക്കിയിട്ടും അവരുടെ രോഗത്തിന് ശമനമുണ്ടായില്ല എന്ന് മാത്രമല്ല, അവരുടെ രോഗം മാറാതെ അവസാനം അത് വഷളായി, അത് മറ്റൊരു രോഗമായിട്ട് മാറി, അവർക്ക് അവയവം വരെ മാറ്റിവെക്കേണ്ടി വന്നു. മാറ്റിവെച്ചിട്ടും അവർക്ക് രക്ഷ കിട്ടിയില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ കണ്ണ് തുറപ്പിക്കണം. താങ്ക് യു.